വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ വലിയ ടോപ്പിക്കുകൾ ചെറിയ രീതിയിൽ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് AI പറ്റിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് AI, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന സംശയമാണ് AIയും നമ്മുടെ സാധാ സെർച്ച് എഞ്ചിനായ ഗൂഗിളും അല്ലെങ്കിൽ നമ്മുടെ സാധാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ സാധാ കമ്പ്യൂട്ടറും AIയും തമ്മിൽ എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടൈമിലേക്കാണല്ലോ ഈ AI എന്നത് ഇത്രയും ട്രെൻഡ് ആയതും അത്രത്തോളം ഡെവലപ്പായി വന്നതും. AI ഒക്കെ വരുന്നതിന് മുമ്പുള്ള സെർച്ച് എഞ്ചിനും ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാവും. വളരെ എഫിഷ്യൻ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിശ്ചയ സമയത്തിനുള്ളിൽ തന്നെ ഈ AI ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെയാണല്ലോ AI നമുക്ക് ആൻസേഴ്സ് തരുന്നത്. എന്താണ് മനുഷ്യനും AIയും തമ്മിൽ ഒരേപോലെ നിർത്തുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സംഭവമാണ് നമ്മൾ മനുഷ്യന്മാർക്ക്, നമ്മുടെ ഹ്യൂമൻസിന് ലേണിംഗ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒരു റീസണിങ്, ഒരു കാര്യത്തിന് നമുക്ക് അതിനൊരു റീസൺ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ കോൺഷ്യസ് ആയിരിക്കും. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. ഇതെല്ലാം ഉള്ളവനാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന ലേണിംഗ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, കോൺഷ്യസ്നെസ്, ഇതെല്ലാം ഒരു യന്ത്രത്തിന് അല്ലെങ്കിൽ ഒരു മെഷീന് കൈവരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സൂചിപ്പിക്കും. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ 1000 × 10³ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ഒരു മനുഷ്യന് എത്ര പെട്ടെന്ന് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും? ഇതൊരു സിമ്പിൾ ആയിട്ട് കണക്കാണ്, എങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രീതിയിലുള്ള ഒരു കണക്കാണെങ്കിൽ നമ്മൾ ഇതിനൊരു കമ്പ്യൂട്ടർ എടുത്ത വേഗത്തിൽ ആൻസർ കിട്ടും. പക്ഷെ അതേസമയം ഒരു ഹ്യൂമനോട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് സാധിക്കുന്നത്? അത് നേരത്തെ അതിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം AI വ്യത്യസ്തമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോഗ്രാമിംഗ് പരം ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു AI ചാറ്റ് ബോർഡ് ഉണ്ടാക്കുന്നു. ആ ബോർഡിന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിനെ തിരിച്ചറിയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ അതിലേക്ക് ആദ്യമേ കുറെ അനിമൽസിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് നമ്മളെല്ലാം കൊടുക്കുന്നു. ഡോഗിൻ്റെത്, കൗവിൻ്റെത്, ജിറാഫ്, അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് അനിമൽസിന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്യാത്തൊരു അനിമലിനെ പറ്റി, നമ്മുടെ ഒരു കരടിയെ പറ്റി തന്നെ ഇരിക്കട്ടെ, അപ്പൊ നമ്മൾ കരടിയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അയച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെങ്ങനെ അതിന് പറയാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളാ കൊടുത്ത അനിമൽസിന്റെ ഡീറ്റെയിൽസ് ഇല്ലായോ, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. കലികളാണ്, അതിന്റെ രോമകൂപങ്ങൾ, അതിന്റെ ചെവി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം വേറൊരു ഇമേജ് കൊടുക്കാൻ നേരത്ത് അത് ഇന്ന അനിമലാണ് അല്ലെങ്കിൽ അതൊരു മൃഗമാണെന്ന് അതിന് സ്വന്തമായി ചിന്തിച്ചാൽ കോൺഷ്യസ്നെസ്സോടെ അതിന് ആൻസർ തരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതാണ് മറ്റുള്ള സിസ്റ്റത്തിൽ നിന്ന് AIയെ വേർതിരിച്ച് നിർത്തുന്നത്. അതിന് സ്വന്തമായിട്ട് കോൺഷ്യസ്നസ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മുമ്പ് കൊടുത്ത പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നിനെ വർഗീകരിച്ച് തിരിച്ചറിയുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഏകദേശ ഐഡിയ രൂപം പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സ്കൂളിലായാലും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പഠിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ എല്ലാ സംഖ്യകളും കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് ഏത് നമ്പർ കിട്ടിയാലും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. ഇത്രയേ ഉള്ളൂ AIക്ക് അതും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ ടോപ്പിക്കുകൾ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് ബൈ.